കുറിച്ച് നമ്മൾ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന് അവന്റെ സെക്ഷൽ ലൈഫിൽ എത്രത്തോളം കൺട്രോളിംഗ് ഉണ്ടോ അത്രത്തോളം ആയിരിക്കും അയാളുടെ വിജയം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈ ലിബിഡോ ആണ്, അല്ലെങ്കിൽ സെക്ഷൽ എനർജി ആണ് എന്ന് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വീഡിയോസിൽ പറഞ്ഞു. ഒത്തിരി ആളുകൾ എന്നോട് വിളിച്ച് ചോദിച്ചു, കരീം സാറേ, നിങ്ങളത് പറയുമ്പോൾ ആ വിഷയത്തിൽ എന്നെ കുറിച്ച് ചോദിച്ചു, സാർ എത്രത്തോളം വിശുദ്ധനാണ് എന്നൊക്കെ ചോദിച്ചു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളുടെ ജീവിതത്തിൽ സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിനൊരു കൃത്യമായൊരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണ് എന്നതിന് സംശയമൊന്നുമില്ല. നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബന്ധങ്ങളിലോ മറ്റോ പോകുന്നതിനെ കുറിച്ചല്ല. അത് സ്വാഭാവികമായിട്ട് ഒരു പ്രായത്തിലൊക്കെ ഉണ്ടായേക്കാം, സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോ മുതിർന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നിസ്സാരതയെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട്. ഞാൻ പറയുന്നത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ സമയത്തിന്റെ, അയാളുടെ ഓരോ ദിവസത്തിന്റെയും സിംഹഭാഗവും ഇപ്പോഴും ഒരു വിവരവുമില്ലാതെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ പിന്നാലെ പോയിക്കൊണ്ടുള്ള അവന്റെ ചിന്തയെ മുഴുവനും അതിലോട്ട് ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള ലിബിഡോ, അയാളുടെ ഉള്ളിലുള്ള ഈ ഒരു സൈക്കിക് പവർ അത് വേസ്റ്റ് ആകും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു, എൻ്റെ ലൈഫിൽ ഒരു സെക്കൻഡ് പോലും ഈ രൂപത്തിൽ അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ട് മനപ്രയാസത്തോടു കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഞാൻ സമയം ചെലവഴിക്കുന്നില്ല എന്നത് തീർത്തും എനിക്ക് പറയുവാൻ സാധിക്കും. ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നമ്മൾ അനാവശ്യമായ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കുവാൻ സാധ്യമാവില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഒരൊറ്റ തീരുമാനമെടുക്കുക. അത് പവിത്രമായ ഒരു കപ്പാസിറ്റിയാണ്, ഒരു പവറാണ്. ഈ പവറിന് നമുക്കൊരു ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനവും മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ്. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലേക്ക് നയിക്കാത്ത, നല്ല കുടുംബ ജീവിതത്തിലോട്ട് നയിക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പിഴുതെറിഞ്ഞേ മതിയാകൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ഒരു പവറിനെ, ഈ ഒരു ലിബിഡോയെ, ഈ ഒരു സൈക്കിക് എനർജിയെ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ പവറിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പറയപ്പെട്ട രൂപത്തിൽ നല്ല സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ നല്ല കുടുംബ ജീവിതത്തിനുമാണ്, അതുപോലെ തന്നെ നല്ല ധനമുണ്ടാക്കുവാനുമാണ് എന്ന് ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോ ഒന്നിന്റെയും പിന്നാലെ പോകരുത്. പ്രത്യേകിച്ച് ചില ആൾക്കാരൊക്കെ ചോദിക്കും, അന്വേഷിക്കുവീൻ കണ്ടെത്തുമെന്നല്ലേ പറഞ്ഞത്, മുട്ടുവീൻ തുറക്കുമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഒന്നിന്റെയും പിന്നാലെ പോകരുത് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഗുണപരമല്ലാത്ത ഒന്നിന്റെയും പിന്നാലെ പോകരുത് എന്നതാണ്. ആത്യന്തികമായി നമുക്ക് പ്രയോജനം ചെയ്യാത്ത ഒന്നിന്റെയും പിന്നാലെ പോകരുത്. അപ്പോൾ പ്രയോജനം ചെയ്യുന്നതിനെ പിന്നാലെ പോകണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഞാൻ അടുത്ത പോയിന്റ് പറയാം. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മൂല്യമുള്ള വ്യക്തിയായിട്ട് മാറുക എന്നതാണ്. മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മിലോട്ട് ഇങ്ങോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, സ്വർണം വാങ്ങാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കാരണം സ്വർണത്തിന്റെ മൂല്യം, സ്വർണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് അളക്കാൻ പറ്റാത്തതാണ്. അതിൽ അത് ഏറ്റവും മൂല്യമുള്ളതാണ് സ്വർണം. അതുകൊണ്ട് തന്നെ സ്വർണം എത്ര ചളിയിൽ കിടന്നാലും എത്ര ഗട്ടറിൽ കിടന്നാലും നമ്മൾ സ്വർണത്തെ എപ്പോഴും മനുഷ്യൻ അതിന് സ്വീകരിച്ചു കൊണ്ടിരിക്കും. എന്നതുപോലെ നമ്മളൊരു സ്വർണമായിട്ട് മാറുക, നമ്മളൊരു മൂല്യമുള്ള ആളായിട്ട് മാറുക. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നേട്ടങ്ങൾ ഒന്നും കൊണ്ടു തരാത്ത, ആരോഗ്യകരമായിട്ട് മാനസികപരമായിട്ട് കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ കൊണ്ടുവരാത്ത ഒന്നിന്റെയും പിന്നാലെ, പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും സ്ത്രീകളുടെയും അതുപോലെ തന്നെ അനാവശ്യമായി അമിതമായ പണം
അതും ഇതുപോലെ തന്നെയാണ്. ഞാനൊരു എന്താ പറയാ, ഒരു മനോഹരമായ ഒരു പുസ്തകം വായിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മനോഹരമായ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ജോർഡാൻ വെൽഫോർട്ട് എന്ന് പറയുന്ന അതിസമ്പന്നനായ ഒരാൾ, അദ്ദേഹത്തിന്റെ ലൈഫിൽ സമ്പത്തുണ്ടാക്കുക അല്ലെങ്കിൽ ധനമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഒരു നല്ലവനായി തുടങ്ങി. ക്രമേണ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നും പിന്നെ ധനത്തോടുള്ള അടങ്ങാത്ത ആർത്തി, കാമ എന്ന് പറയാം, അടങ്ങാത്ത ആർത്തി, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന കൊടുങ്കാറ്റിന് സമാനമായ അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് ഒരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള നമ്മെ നശിപ്പിക്കുന്ന, നമ്മെ കാർന്നു നിന്ന ഈ രൂപത്തിലുള്ള കാര്യത്തിലോട്ട് മനസ്സ് തിരിച്ചു വിട്ടാൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. അവസാന നിമിഷം, അതായത് എത്ര ആയുസ്സുണ്ടെങ്കിലും ഒരു ദിവസം നമ്മളൊക്കെ ഈ ലോകത്ത് വിട പറഞ്ഞു പോകും. ആ സമയത്ത് നമുക്ക് അതിയായ ടെൻഷനോടുകൂടി, അതിയായ പ്രശ്നത്തോടുകൂടി, അതിയായ അസ്വസ്ഥതയോടുകൂടി ഈ ലോകം വിട്ടു പോവേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ സെഷനിൽ ആ രൂപത്തിൽ ശക്തമായി പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മിക്കുകയാണ്. സോ നമ്മൾ വേണ്ടത് മൂല്യമുള്ള ആളായിട്ട് മാറുക എന്നതാണ്, വാല്യൂ ഉള്ള ആളായിട്ട് മാറുക എന്നതാണ്. വാല്യൂ ഉള്ള ആളുകളെ തേടി ഇങ്ങോട്ട് വരണം. നമ്മൾ ഒന്നിന്റെയും പിന്നാലെ, അതായത് നമ്മെ ഉപേക്ഷിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ടാവും. നോക്കുക, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രൂപത്തിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു വ്യക്തി ഒരു ദിവസത്തെ ചിന്ത കൊണ്ടല്ല അത് ചെയ്യുന്നത്. ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് നാളുകൾ അതുമായി ബന്ധപ്പെട്ട് കുലങ്കഷമായി അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഉപബോധ മനസ്സിൽ നിന്നും വരുമ്പോഴാണ് ഐ ഡോണ്ട് ലൈക്ക് ടു അക്കമ്പനി വിത്ത് യു, നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധം എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നൊക്കെ അദ്ദേഹം ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുന്നത് ഒരുപാട് ആലോചിച്ചതിന് ശേഷമായിരിക്കും. അതായത് ഉപബോധ മനസ്സിൽ നിന്നായിരിക്കും. അങ്ങനെ വരുമ്പോ നമ്മുടെ ധർമ്മം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ മൂല്യമുള്ള വ്യക്തിയായി തുടരുക എന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ പോയാൽ എങ്ങനെ എന്ത് സംഭവിക്കും? രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ആ വ്യക്തിക്ക് മുമ്പിൽ നമ്മുടെ നിലം വിലയും ഒരുപാട് താഴ്ന്നു പോകും. രണ്ട്, നമുക്ക് നമ്മളെ കുറിച്ചുള്ളൊരു മതിപ്പ്, എനിക്ക് എന്നെ കുറിച്ചുള്ളൊരു മതിപ്പ്, അതാണ് ഏറ്റവും വലുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ, ഞാൻ എന്നെ എത്രത്തോളം ആദരിക്കുന്നുവോ, ഞാൻ എന്നെ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ, അത്രത്തോളം മാത്രമേ പുറത്തെ ലോകത്ത് എനിക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒന്നിന്റെയും പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാരുടെയും പിന്നാലെ പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. പകരം നമ്മളൊരു മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. അപ്പൊ ഈ മൂല്യമുള്ള വ്യക്തിയായിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, എപ്പോഴും പറയുന്നതാണ് എങ്കിലും ആവർത്തിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 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 ബോർഡർ ലൈൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നതാണ്. അതായത് ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും കിടക്കുന്നത്, എല്ലാ വിജയവും കിടക്കുന്നത്, എല്ലാ പുരോഗതിയും കിടക്കുന്നത് ചില ബോർഡറുകളിലാണ്. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കുട്ടികളൊക്കെ പന്ത് കളിക്കുന്നത് കാണാറുണ്ട്, മൈതാനത്ത് പന്ത് കളിക്കുന്നത് കാണാറുണ്ട്. കുട്ടികൾ ഒരു സാധാരണ പന്ത് കളി കളിക്കുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഒരു പക്ഷേ ബോർഡറോ മറ്റൊന്നും ഉണ്ടാവില്ല. ഗൗരവമായിട്ടുള്ള ഒരു മാച്ചോ അല്ലെങ്കിൽ ഒരു വലിയ നല്ല രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു മാച്ച് ആണെങ്കിൽ കൃത്യമായിട്ട് ബൗണ്ടറി വരച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് ഇത് ഇത്ര, ഇത് ഇന്ന, ഇത് ത്രോ, ഇത് ഔട്ട്, കൃത്യമായ രൂപത്തിൽ ബൗണ്ടറി ഉണ്ടാവും. ബൗണ്ടറി ഉണ്ടാകുമ്പോഴാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്നതിന്റെ ഒരു സൂചന. നമ്മളൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പറമ്പ് വാങ്ങുകയാണെങ്കിൽ, ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്തത് അതിന്റെ ബൗണ്ടറി തിരിച്ചിടും. മനസ്സിലായി? അപ്പോ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൂല്യം ഉള്ളവരാകണമെന്നുണ്ടെങ്കിൽ, മൂല്യമുള്ളവരാകുമ്പോൾ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. മൂല്യം കാത്തു സൂക്ഷിക്കുന്ന നിമിഷം വരെ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. അപ്പോഴേ നമ്മെ തേടി ഈ പറയപ്പെട്ടതെല്ലാം, സമ്പത്തും എല്ലാം നമ്മളെ തേടി വരും. മനസ്സിലായില്ലേ? ഒന്നിന്റെയും പിറകെ പോവേണ്ടി വരില്ല. എല്ലാം നമുക്ക് ആവശ്യമായതെല്ലാം ഇങ്ങോട്ട് വരും.
നമ്മൾ സ്വീകരിച്ചു കൊടുത്താൽ മതി. അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പറയപ്പെട്ട ബൗണ്ടറി ജീവിതത്തിൽ വെക്കുക എന്നത്. അതായത് നമ്മൾ ഒരു 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 എന്താ പറയുക, ഒരു മാർജിൻ നമ്മൾ വെക്കുക. അങ്ങനെ മാർജിൻ വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ, നേരത്തെ ഉണ്ടായിരുന്ന പല ആളുകളും നമ്മെ നേരത്തെ ഉള്ള ഒരു അവസ്ഥയിലോട്ട് ക്ഷണിക്കുമ്പോൾ നമുക്കവിടെ നോ പറയുവാൻ സാധിക്കും. കഴിയില്ല, പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ചില ഡിസിപ്ലിൻസുകൾ, ചില ചിട്ടവട്ടങ്ങൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ, ഈ ബൗണ്ടറി വെക്കുമ്പോൾ ആദ്യമൊക്കെ ആളുകളുടെ അസ്വസ്ഥതയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. കാരണം നേരത്തെ നിങ്ങൾ ലഭിച്ചിരുന്നവർക്ക് അതേ അവസ്ഥയിൽ കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ബൗണ്ടറിയുമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട്, മൂല്യമുള്ള ഒരാളായിട്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ, അതായത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആത്മീയതയിലോട്ട് കിടക്കുക, സ്പിരിച്വാലിറ്റിയിലോട്ട് കിടക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിലോട്ട് കിടക്കുക. നമ്മളിലോട്ട് തന്നെ, നമ്മുടെ അകത്തോട്ട് നോക്കുവാനും, നമ്മെ ശ്രദ്ധിക്കുവാനും, നമ്മെ ബഹുമാനിക്കുവാനും, നമ്മെ സ്നേഹിക്കുവാനും തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചില ബൗണ്ടറികളും ചില വാല്യൂസും ഫോളോ ചെയ്യും. അതുകൊണ്ട് മൂല്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബൗണ്ടറി ഉണ്ടാവണം. ബൗണ്ടറി ഇല്ലെങ്കിൽ നിങ്ങൾ ഗൗരവമായിട്ടല്ല ജീവിതത്തെ കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, ഈ പറയപ്പെട്ട നമ്മെ നാശത്തിലോട്ട് നയിക്കുന്ന ഒരു കാര്യത്തിന് പിന്നാലെയും പോകരുത്. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ ബോധത്തിൽ നിന്നല്ല, ഒരുപാട് കാലത്തിന് ശേഷമുള്ള ആലോചനയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് അതിന് പിന്നാലെ പോകരുത്. പകരം നമ്മൾ ഒരു മൂല്യമുള്ള വ്യക്തിയായിട്ട് മാറണം എന്നാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂല്യമുള്ള വ്യക്തിയാവണം, മൂല്യമുള്ള വ്യക്തിയായി മാറണം. മൂല്യമുള്ള വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലൈഫിൽ ചില ബൗണ്ടറീസ് വെക്കണം. ഇത്ര കാര്യങ്ങളെ ഞാൻ ചെയ്യും, ഈ രൂപത്തിലാണ് എൻ്റെ ലൈഫ്. പ്രത്യേകിച്ച് മോറൽ വിഷയത്തിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഉയർത്തുന്ന രൂപത്തിലുള്ള ചില ബൗണ്ടറീസ് നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്തേ പറ്റും. ഇല്ല എങ്കിൽ ആർക്കും കയറി ഇടപെടാം. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ബൗണ്ടറി ഇല്ല എങ്കിൽ നമ്മൾ ഏത് സമയത്തും വിളിക്കാം, നമ്മൾ ഏത് സമയത്തും അവൈലബിൾ ആണ്. എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ല. അങ്ങനെ വരുമ്പോ മറ്റുള്ളവർക്ക് കൊത്തിവലിക്കുവാനുള്ള ഒരു എന്താ പറയുക, ഒരു ആഹാരമായിട്ട് നമ്മുടെ ജീവിതം മാറും. മനസ്സിലായി? ഒന്നിന്റെയും ഈ ബൗണ്ടറി ഇല്ലാതെ പാടില്ല. ഇപ്പൊ ഹാപ്പി പാർക്ക് തന്നെ, ഹാപ്പി പാർക്കിന്റെ ട്രഷർ കോഴ്സ് നമ്മൾ ആരോടെങ്കിലും നിർബന്ധിച്ച് പിന്നാലെ പോയിട്ട് ഒരു കോഴ്സിലും പങ്കെടുപ്പിക്കാറില്ല. കൃത്യമായ ഡിസിപ്ലിൻ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരാൾ അയാൾ ഫീസ് അടക്കുന്നു എന്ന കാരണം കൊണ്ട് ഒരു കോഴ്സും ഫിനിഷ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. നമ്മൾ പറയുന്ന ഡിസിപ്ലിൻ അവർ പാലിച്ചെങ്കിൽ മാത്രമേ അതിലൂടെ അവരെ കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം, ചില ആളുകളൊക്കെ കൃത്യമായ രൂപത്തിലുള്ള, കാരണം നമുക്കറിയാം ഈ ഒരു ബൗണ്ടറിയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ മാറ്റമുണ്ടാവൂ. അത് ഹാപ്പി പാർക്കിന്റെ വാല്യൂ ആണ്. ആ വാല്യൂ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വർഷങ്ങളായി നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം, നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യണം, മൂല്യം സെറ്റ് ചെയ്യണം. ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യരുത്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ, തോന്നിയതുപോലെ പ്രവർത്തിക്കുമ്പോൾ, തോന്നിയതുപോലെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് സീരിയസ് ആയ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പുരോഗതിയിലോട്ട് നയിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ വരികയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Can you agree with me? Please type yes or no. Can you agree with me, my dear friends? Please type yes or no. Please type. Please type. എത്ര ആളുകളുണ്ട്? ടൈപ്പ് ചെയ്ത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ വളരെ സന്തോഷം. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. ഒരു സെക്കൻഡ് പോലും അനാവശ്യമായ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ വിജയം കിടക്കുന്നത് ഒരിക്കലും നമ്മളെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ
ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളോ അല്ല. ഈ അറിവിൽ നിന്നും നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു അല്ലെങ്കിൽ ആക്ഷനിലോട്ട് കൊണ്ടുപോകുന്നു, ഇതാണ് നമ്മുടെ ലൈഫിലെ വിജയം എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ശ്രദ്ധിക്കണം, ഏതൊരു കാര്യം നമ്മൾ കേൾക്കുകയാണെങ്കിലും അത് കേവലം ഒരു ഡാറ്റ മാത്രമാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡാറ്റാസ് ആണ്, ഒരുപാട് ഡാറ്റാസ്. ഈ ഡാറ്റാസിനെ നിങ്ങൾ നോട്ട് പുസ്തകത്തിലോട്ട് എഴുതുകയോ ആവർത്തിച്ച് കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കുറെ വിവരങ്ങളായിട്ട് മാറും, ഇൻഫർമേഷൻസുകളായിട്ട് മാറും. ഈ ഇൻഫർമേഷൻസുകളെ നിങ്ങൾ ജീവിതത്തിലോട്ട് പകർത്തുമ്പോൾ, അതായത് അത് അറിവായിട്ട് നിങ്ങൾക്ക് അതൊരു അറിവായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ അത് നമ്മൾ ജീവിതത്തിലോട്ട് പകർത്തണം. ഡാറ്റാസ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത്, ചില ആൾക്കാർ ഡാറ്റാസ് കൊണ്ടൊക്കെ പോകും, അവർ കളക്ട് ചെയ്യുക, നോട്ട് ചെയ്യുക, ഒന്നും ചെയ്യൂല. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു സ്പാർക്ക് കഴിഞ്ഞു പോകും. പക്ഷെ നേരെ മറിച്ചിട്ട് ഈ ഡാറ്റാസിനെ നിങ്ങൾ വിവരങ്ങളാക്കി ഈ വിവരങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ആദ്യമൊന്നും ഇത്തരം കാര്യങ്ങൾ വിജയിക്കില്ല. വിജയിക്കാണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊന്നും നടക്കൂലേ, നിർത്തിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും പഴയതുപോലെ പോകുന്നു. അതാണ് ഈ നോളജ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവര്, ഒരു കാര്യം നോളജ് ആവണമെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യണം. ഒരു കാര്യം അറിവാവണമെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യണം. ഈ മോട്ടിവേഷൻ ക്ലാസ്, ട്രെയിനിങ്ങുകൾ, ഇതൊക്കെ നമ്മൾ കേട്ട് ഇതിനുള്ള അന്തസ്സത്തെ ഉൾക്കൊണ്ട് അത് നമ്മൾ ആക്ഷനിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അത് നമുക്ക് അറിവായിട്ട് മാറുന്നത്. അറിവായിട്ട് മാറുക എന്നത് കുറച്ച് പ്രയാസമുണ്ട്. കാരണം അതിനു മുമ്പ് കുറച്ച് പരാജയങ്ങൾ സംഭവിക്കും. വിജയിക്കണമെങ്കിൽ പരാജയപ്പെടേണ്ടി വരും. പരാജയപ്പെടുവാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് പലരും ഒരു കാര്യത്തിനും ശ്രമിക്കാത്തത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയിക്കണമെങ്കിൽ പരാജയപ്പെടേണ്ടി വരും. അപ്പൊ നമ്മളുടെ ഈ ഡാറ്റ, നമ്മുടെ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ആക്ഷനിലോട്ട് പോകുമ്പോൾ ഫെയിലിയർ സംഭവിക്കുന്നു. ഫെയിലിയർ സംഭവിക്കുമ്പോൾ നിർത്തിപ്പോവാതെ വീണ്ടും റീചെക്ക് ചെയ്ത് വീണ്ടും ആവർത്തിച്ച് വീണ്ടും ചെയ്യുമ്പോൾ അത് നമ്മുടെ അറിവായിട്ട് മാറുന്നു. ഈ അറിവിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മുടെ അന്തരാത്മാവിന്റെ വിസ്ഡമായിട്ട് അലിഞ്ഞു ചേരുന്നു. അവർ മാത്രമേ വിജയിക്കൂ. അതല്ലാത്തവർക്ക് വിജയം പ്രയാസകരമായ ഒരു കാര്യമാണ്. അതായത് ഏതൊരു കാര്യവും ഡാറ്റ, ഇൻഫർമേഷൻ, ഈ ഇൻഫർമേഷനെ പ്രാക്ടിക്കൽ വൽക്കരിക്കുമ്പോൾ ഫെയിലിയറും, നോളജിലോട്ട് പോകുന്നതിന് ഫെയിലിയർ വരും. ഈ ഫെയിലിയറിനെ ഭയന്നുകൊണ്ടാണ് ആളുകൾ പുരോഗതിയുടെ ബട്ടണിലോട്ട് കൈവെക്കാത്തത്, അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്നതിലോട്ട് ആളുകൾ പോവാത്തത്. ക്യാൻ യു അഗ്രി വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? ഒത്തിരി ആൾക്കാരുണ്ട്. ഇതല്ലേ സത്യം? അതുകൊണ്ടാണ് നമ്മൾ ട്രഷർ കോഴ്സിനൊക്കെ ഈ പറയപ്പെട്ട രൂപത്തിൽ എല്ലാ മേഖലയിലൂടെയും കൊണ്ടുപോയി അനുഭവിപ്പിച്ച് വൈസ് പീപ്പിൾ ആക്കിയ ആൾക്കാരെ മാറ്റും. ഡാറ്റാസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡാറ്റാസ് കൊണ്ട് കാര്യമില്ല, ഇൻഫർമേഷൻസ് കൊണ്ടും കാര്യമില്ല. നോളജിലോട്ട് മാറണം. നോളജിലോട്ട് മാറിയത് പിന്നെ ബിസിനസ്സിലോട്ട് മാറണം. ആത്മാവിന്റെ ഇൻഡ്യൂഷനിലോട്ട് മാറണം, അല്ലെങ്കിൽ അകത്തോട്ടത് പോകണം. അതുമായി ബന്ധപ്പെട്ട് അകത്തൂന്ന് വരണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം കംഫർട്ടബിൾ ഫീലിങ്സ് ആണ്. അതായത് ഒരാൾക്ക് തോന്നുകയാണ് എനിക്കെല്ലാം ആയി, എൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞു, എൻ്റെ അടുത്തൊരു 10-100 കോടി രൂപയുണ്ട്, എന്താ പറയാ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ കംഫർട്ടായി.
എന്നും ഒരാൾക്ക് തോന്നിയ അത് അങ്ങേയറ്റത്തെ ഡിപ്രഷനിലോട്ട് അയാളെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. 2, ഒരാൾ ആലോചിക്കുകയാണ്, സർ എനിക്ക് കുറെ പണവും കുറെ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു കംഫർട്ടബിൾ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിലും ഈ പറയപ്പെട്ട ഡിപ്രഷനോട് പോകും. എത്രത്തോളം കംഫർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, എത്രത്തോളം അനായാസമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയും വരാതെ സ്വസ്ഥമായിരിക്കണമെന്ന് എത്രത്തോളം നിങ്ങൾ ആലോചിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നിരാശ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. യാതൊരു സംശയമില്ല. എന്നോട് പലരും പറയാറുണ്ട്, സാറേ ഈ സർവീസ് ഒന്ന് ലീവ് എടുത്തിട്ട് വേണമെങ്കിൽ റിട്ടയർഡ് ആയിട്ട് വേണം ഒരു സ്വസ്ഥമായി ജീവിക്കാൻ. സർവീസിൽ നിന്ന് ലീവ് എടുത്ത ആൾക്കാരുടെ മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും അവസ്ഥ എന്താണ്? സർവീസിൽ നിന്നും ലീവ് എടുത്ത മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും അവസ്ഥ, അവർ പ്രത്യേകിച്ച് ഒരു കംഫർട്ട് സോൺ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വൃദ്ധരാകും. വൃദ്ധരാകുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമായതല്ല. വൃദ്ധ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി എന്നാണ്. അതായത് എല്ലാം പഠിച്ച ആൾ, എല്ലാം മനസ്സിലാക്കിയ ആൾ എന്നുള്ളത്. തെറ്റായ ഭാഷയിലല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിയും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അതോടുകൂടി അയാളുടെ പ്രശ്നത്തിലോട്ട് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കംഫർട്ട് പേഴ്സൺസ് ഷുവർലി ഗോ ടു ഡിപ്രഷൻ. ഇതൊരു അത്ഭുതകരമായി തോന്നുന്ന ഒരു പലർക്കും, പക്ഷെ അതാണ് സത്യം. അപ്പൊ ജീവിതത്തിൽ എന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കണം. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, എപ്പോഴും വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോ നമ്മൾ പറഞ്ഞ അടുത്ത കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കംഫർട്ടിനെ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിപ്രഷനിലോട് പോകും. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട 15ഓളം നിയമങ്ങളാണ് നമ്മൾ ഈ ഒരു പഠന പരമ്പരയിലൂടെ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ബാക്കിയുണ്ടായിരുന്ന 5ഓ 6ഓ ലോസുകൾ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഗുണപരമല്ലാത്ത ഒന്നിന്റെയും പിന്നാലെ പോവാതിരിക്കുക. അതായത് നമ്മുടെ ഉള്ളിലുള്ള പവിത്രമായ ഊർജത്തെ നമ്മൾ നാശത്തിലോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മൂല്യമുള്ള വ്യക്തിയായിട്ട് മാറുക. വാല്യൂ, നിങ്ങൾക്ക് മൂല്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരും പൊക്കിക്കൊണ്ടുപോകും. IIT-യിൽ പഠിച്ച് ഫസ്റ്റ് റാങ്ക് നേടി സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മെഷീനറികളൊക്കെ ഉണ്ടാക്കുവാൻ തുടങ്ങുന്ന ഒരു പയ്യനെ ലോകത്തെ ഏത് കമ്പനിയും റാഞ്ചി കൊണ്ടുപോകും. കാരണം അവന്റെ ഉള്ളിൽ ആ സാധനവും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, ഒരിക്കലും മോട്ടിവേഷൻ ക്ലാസ്സോ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. അത് ലൈഫിൽ അപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോകണം. അപ്പോഴേ നമ്മളൊരു വൈസ് പീപ്പിൾ ആയിട്ട് മാറും. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുവാനുള്ള പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, ആക്ഷൻ എടുക്കുമ്പോൾ പലപ്പോഴും പരാജയവും പ്രതിസന്ധിയും ഉണ്ടാവും. അതുകൊണ്ടാണ് ആൾക്കാർ ആക്ഷൻ എടുക്കാത്തത്. സോ ആക്ഷൻ എടുക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയത്, ഒരിക്കലും ഒരു വ്യക്തി കംഫർട്ടായിട്ടിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക. അതൊരു അസ്വസ്ഥതയുള്ള സംഭവമാണ്. ഒന്നും ചെയ്യാനില്ല, എല്ലാം ഉണ്ട്, എല്ലാം നിറഞ്ഞു തുളുമ്പി എന്ന ഒരു ചിന്ത ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ ലൈഫ് പിന്നെ താഴോട്ട് പോകും, ഡിപ്രഷനോട് പോകും. അതുപോലെ തന്നെ ആറാമത് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് എന്താ ചോദിക്കുകയാണെങ്കിൽ, ലൈഫിൽ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തേ പറ്റൂ. ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ലൈഫിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുകയുള്ളൂ. ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, നമുക്ക് ലൈഫിൽ ഒരു നിയമവും ഇല്ല എങ്കിൽ, നമ്മളൊരു എന്താ പറയാ, കഴുകന് കൊത്തിവലിക്കുവാൻ പാകത്തിനുള്ള ഒരു മാംസക്കഷ്ടം പോലെ എല്ലാവരും കൊത്തിവലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൊത്തിവലിച്ച് കൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾ താല്പര്യമെങ്കിൽ ബൗണ്ടറി ഒന്നും വെക്കണ്ട. മനസ്സിലായി? അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സ്വർണം പോലെയാവുക. നമ്മെ തേടി എല്ലാം ഇങ്ങോട്ട് വരണം. നമ്മെ ഉപേക്ഷിച്ചു പോയ ആൾക്കാരെ ഓർത്ത് വെറുതെ അനാവശ്യമായി ടെൻഷൻ അടിക്കാതിരിക്കുക.
നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സെറ്റിംഗ് പോയിന്റ് ഉയർത്തുക. ഇപ്പോ പ്രശ്നത്തിന്റെ ഒരു സെറ്റിംഗ് പോയിന്റ് ആണ് എങ്കിൽ അതൊരു സെറ്റിംഗ് പോയിന്റ് മാത്രമാണ്. ഏതുപോലെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോഴാണ് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തുന്നു. യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തെത്തുമ്പോ നമ്മൾ വിചാരിക്കുന്നു ലോകം മുഴുവൻ ഇതാണ്. നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടാണ്. നമ്മൾ അവിടുന്ന് അങ്ങ് പോയാൽ സുന്ദരമായിട്ടുള്ള ലൈഫുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിയ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എത്തിയ സ്റ്റേഷൻ ഈ പറയപ്പെട്ട പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തിയത് എങ്കിൽ അടുത്തത് സമാധാനമുള്ള അടുത്തൊരു സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ട് പോയാൽ തീർച്ചയായിട്ടും അവിടെ സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അതിന് വാല്യൂ നമ്മുടെ ലൈഫിൽ വെച്ച് പുലർത്തുക, അല്ലെങ്കിൽ മൂല്യമുള്ള വ്യക്തികളായിട്ട് മാറുക. എല്ലാ ദിവസവും ഇതേപോലെ രാവിലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. ഈ രൂപത്തിലുള്ള വിസ്തരങ്ങൾ ഉള്ളിലോട് സന്നിവേശിപ്പിക്കുക. അതേപോലെ തന്നെ പഠിച്ചതനുസരിച്ച് ലൈഫിൽ പ്രവർത്തിക്കുക. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് മാറി മറിയും എന്നതിന് യാതൊരു സംശയവും. സോ മുഴുവൻ ആളോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും ലൈഫിനെ ഗൗരവത്തോടുകൂടി കാണുക. അതേപോലെ തന്നെ ഒരു നിമിഷവും അനാവശ്യമായ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് നമ്മൾ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട എനി ഡൗട്ട്സ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. താങ്ക് യു വെരി മച്ച്. ക്ലിയർ ആയില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഓക്കെ. ആവർത്തിച്ച് Thank you, sir. Thank you.